ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സംഭവം നടന്ന് 58ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശബ്ദമലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുമെന്ന് സർക്കാർ. ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേശീയപാത വാണിയമ്പാറയിൽ പിക്കപ്പ് വാനിടിച്ച് കാൽനടയാത്രക്കാരായ 2 പേർ മരിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ പെട്ടി ഓട്ടോറിക്ഷയിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഓശാന ഞായർ ആചരിക്കും. ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. പവന് 70,000 കടന്നു. വാർത്തകൾ വിശദമായി. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നും 15 ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കിയ കുറ്റപത്രം ചാലക്കുടി JFCM കോടതിയിലാണ് സമർപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് ജീവനക്കാരെ കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കിയ ശേഷം ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി 15 ലക്ഷം രൂപ കവർന്നത്. സംഭവം നടന്ന് 3-ാം ദിവസമാണ് പ്രതിയെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയത്. പ്രതി ഇപ്പോൾ വിയൂർ ജില്ലാ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. തൃശൂർ പൂരം വെടിക്കെട്ട് നിയമാനുസൃതമായി നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്ത് തിരുവമ്പാടി സ്വദേശി വെങ്കിടാചലം നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. തൃശൂർ പൂരം വെടിക്കെട്ട് തടയണമെന്നാവശ്യപ്പെട്ടാണ് വെങ്കിടാചലം ഹർജി നൽകിയത്. മെയ് 6-നാണ് തൃശൂർ പൂരം. വെടിക്കെട്ട് പുരയും ഫയർ ലൈനും തമ്മിൽ 200 മീറ്റർ അകലം വേണമെന്നാണ് കേന്ദ്ര നിയമം. തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ന്യൂനപക്ഷ വേട്ടയെ അനുകൂലിക്കുന്ന സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. മാർച്ച് KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വൈശാഖ് നാരായണസ്വാമി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് സുമേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മുടെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണം വാണിയമ്പാറയിൽ കാൽനട യാത്രക്കാരെ കള്ള് കയറ്റി കൊണ്ടുപോവുകയായിരുന്ന പിക്കപ്പ് വാനിടിച്ച് ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 2 പേർ മരിച്ചു. വാണിയമ്പാറ സ്വദേശികളായ ഫോറസ്റ്റ് വാച്ചർ 50 വയസ്സുള്ള രാജു, കാവനമറ്റത്തിൽ 59 വയസ്സുള്ള ജോണി എന്നിവരാണ് മരിച്ചത്. ജോണി ഇലക്ട്രീഷ്യനാണ്. സമീപത്തെ ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച ശേഷം ദേശീയപാതയുടെ അരികിലൂടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോഴാണ് അപകടം. പാലക്കാട് നിന്ന് അമിത വേഗതയിൽ വന്ന പിക്കപ്പ് വാൻ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാർ സ്ഥലത്തെത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പീച്ചി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി സെന്ററിൽ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ പുറകിലൂടെ വന്ന പെട്ടി ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡേവിസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയാണ് ഇടിച്ചത്. കടങ്ങോട് മുക്കിലപ്പീടികയ്ക്ക് സമീപം ഓട്ടോറിക്ഷയിൽ ഗുഡ്സ് വണ്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷയിൽ നിന്ന് ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. മുക്കിലപ്പീടിക കയറ്റത്തിലാണ് അപകടമുണ്ടായത്. പഴഞ്ഞി ഐനൂരിൽ എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്ന CNG ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ഗുഡ്സ് വാഹനം ഇടിക്കുകയായിരുന്നു. ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ട് ദിശ മാറി സഞ്ചരിച്ചതാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഐനൂർ
കിഴക്കൂട്ടുവീട്ടിൽ ജയന് പരിക്കേറ്റു. ഇയാളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സും എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പരസ്പരം കുരുങ്ങിക്കിടന്നിരുന്ന വാഹനങ്ങൾ തള്ളി മാറ്റിയ ശേഷമാണ് ഫയർഫോഴ്സ് ഗ്യാസ് ചോർച്ച അടച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി കണ്ണദാസ്, പി പവിത്രൻ, എസ് വിപിൻ, എം റഫീഖ്, ഗോഡ്സൺ ആൽബർട്ട്, വിഷ്ണുദാസ്, പോലീസ് ഓഫീസർമാരായ അജി പനക്കൽ, അഭിലാഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 5 പേർക്ക് പരിക്കേറ്റു. മമ്മിയൂർ ആൽത്തറ പുത്തൻപള്ളി റോഡ് അപകടപാതയാകുന്നു. താമരയൂരിൽ ദേവസ്വം ക്വാർട്ടേഴ്സിന് മുന്നിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. താമരയൂർ ചെങ്ങമനാട് ഗോകുൽ, കാവീട് വടക്കുംപാട്ട് സിദ്ധാർത്ഥൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂരിൽ നിന്ന് തമ്പുരാൻപടി ഭാഗത്തേക്ക് പോയിരുന്ന സിദ്ധാർത്ഥന്റെ സ്കൂട്ടറിൽ എതിരെ വന്ന ബൈക്ക് തട്ടി നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിക്കുകയായിരുന്നു. കാലിന് പരിക്കേറ്റ ഗോകുലിനെ കൊട്ടപ്പടി ലൈഫ് കെയർ പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമ്പുരാൻപടിയിൽ കാറിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വടക്കേക്കാട് പെരിങ്ങാട് അഖിലിനാണ് പരിക്കേറ്റത്. കാറിനടിയിലകപ്പെട്ട അഖിലിനെ നാട്ടുകാർ വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിന് സമീപം കാറിടിച്ച് വഴിയോര കച്ചവടക്കാരനും കാൽനട യാത്രികനും പരിക്കേറ്റിരുന്നു. റോഡരികിൽ ചെരുപ്പ് കച്ചവടം നടത്തുന്ന എടക്കഴിയൂർ സ്വദേശി ചെങ്ങശ്ശേരി മുഹമ്മദ് സിദ്ദിഖ്, കാൽനട യാത്രികൻ തമ്പുരാൻപടി ഓവാട്ട് വേലായുധൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സിദ്ദിഖിനെ വലിച്ചിഴച്ച കാർ 30 മീറ്ററോളം അകലെയുള്ള വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. സിദ്ദിഖിന്റെ ദേഹത്ത് കൂടി ഇരുമ്പ് കമ്പി തുളച്ചുകയറി. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞതിനെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഓശാന ഞായർ ആചരിക്കും. ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനാ തിരുക്കർമ്മങ്ങൾ നടക്കും. ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ഓശാന പെരുന്നാളായി ആചരിക്കുന്നത്. യേശുക്രിസ്തു കഴുതപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് രാജകീയമായി പ്രവേശിച്ചതിന്റെ സ്മരണ പുതുക്കിയാണ് വിശ്വാസികൾ ഓശാന ഞായർ ആചരിക്കുന്നത്. ലൂർദ് കത്തീഡ്രലിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാവിൻ ബസലിക്കയിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും മുഖ്യ കാർമ്മികത്വം വഹിക്കും. കൊഴുക്കട്ട ശനിയാചരണത്തിന്റെ ഓർമ്മയിൽ പഴമക്കാർ. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി ഓശാന ഞായറിന്റെ തലേ ദിവസമായ ശനിയാഴ്ച ലാസറിനെ ഉയർപ്പിച്ച ദിവസത്തെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ കൊഴുക്കൊട്ട പലഹാരം ഉണ്ടാക്കുന്നത്. പലഹാരത്തിന് ഐതിഹ്യങ്ങൾ ഏറെയാണ്. പെസഹായ്ക്ക് മുൻപ് യേശു ഭക്ഷിച്ച വലിയ വിരുന്നായും കല്ലറയിൽ മരിച്ചു കിടന്നിരുന്ന ലാസറിനെ ഉയർപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കിയുമാണ് നോമ്പിന്റെ 41 ദിവസം കൊഴുക്കട്ട ശനിയാഴ്ചയായി ക്രൈസ്തവർ ആചരിക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ചതിന്റെ സന്തോഷം അറിയിക്കുന്നതിനാണ് മധുരം നിറച്ച പലഹാരം ഉണ്ടാക്കുന്നതെന്നും പഴമക്കാർ പറയുന്നു. നനച്ച അരിമാവ് ഉപയോഗിച്ച് കല്ലറയുടെ ആകൃതിയിൽ കുഴച്ച് അതിൽ ചിരകിയ തേങ്ങ, പഞ്ചസാര, ശർക്കര എന്നിവ ചേർത്താണ് പലഹാരം ഉണ്ടാക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ വീടുകളിൽ ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷിക്കുന്നത് പരമ്പരാഗത ആചാരമാണ്. TCV കുന്നംകുളം. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 70,000 കടന്നു. പവന് 200 രൂപ കൂടി 70,160 രൂപയായി. 3 ദിവസത്തിനിടെ 3,840 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണം ലഭിക്കാൻ 8,770 രൂപയാണ് നിലവിൽ നൽകേണ്ടത്. US ചൈന വ്യാപാര യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര സ്വർണ്ണവില റെക്കോർഡ് തകർത്ത് കുതിക്കുകയാണ്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. കംബോഡിയൻ സൈബർ തട്ടിപ്പു സംഘത്തിലെ 2 പേരെ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടി. മലപ്പുറം സ്വദേശികളായ ചമ്പകത്തിനാൽ വീട്ടിൽ അഞ്ജു ബാബു, പൊട്ടാരത്ത് വീട്ടിൽ മുഹമ്മദ് ഹാഷിഖ് എന്നിവരെയാണ് കംബോഡിയയിൽ നിന്നും വരുന്ന വഴി ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്.
കഴിഞ്ഞ വർഷം മെയ് 17-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാട്രിമോണിയലിലൂടെ പരിചയപ്പെട്ട് ക്രിപ്റ്റോ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കാമെന്ന വാഗ്ദാനത്താൽ തൃശൂർ സ്വദേശിയുടെ 1 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ലോറിയിൽ നിന്ന് കെമിക്കൽ കലർന്ന മണ്ണ് ദേശീയപാതയിലേക്ക് ചോർന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽ നിന്ന് ഒഴിവായത് തലനാരിഴയ്ക്ക്. കൊച്ചിയിലെ FSCTയിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോയ മണ്ണാണ് റോഡിലേക്ക് ഒഴുകിയത്. മഴ പെയ്തതോടെ വെള്ളമിറങ്ങി ടോൾ പ്ലാസയ്ക്ക് സമീപം റോഡിൽ നിർത്തിയിട്ട ലോറിയിൽ നിന്ന് മണ്ണ് ഒലിച്ചിറങ്ങുകയായിരുന്നു. റോഡിൽ പരന്ന മണ്ണിൽ കയറിയ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ടെങ്കിലും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഒഴിവായത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി വെള്ളമൊഴിച്ച് റോഡ് വൃത്തിയാക്കി. ഇതിനിടെ പാതയോരത്തേക്ക് ലോറി മാറ്റിയിടാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും ഡ്രൈവർ തയ്യാറായില്ല. തുടർന്ന് പുതുക്കാട് പോലീസ് എത്തിയാണ് ലോറി മാറ്റിയിട്ടത്. ഡ്രൈവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ പിടിയാന നന്ദിനി ചെരിഞ്ഞു. പാദരോഗം മൂർച്ഛിച്ച് തളർന്നു വീണ് 1 മാസത്തിലധികമായി കിടപ്പിലായിരുന്നു. നന്ദിനിയുടെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 37 കുറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളുമായി സുബൈർ ചേരുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ നന്ദിനി എന്ന പിടിയാന ചെരിഞ്ഞത്. ദേവസ്വത്തിന്റെ രേഖകൾ പ്രകാരം 67 വയസ്സാണ് കണക്കാക്കുന്നത്. ആനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിനോട് ചേർന്നുള്ള കെട്ടുന്തറിയിലാണ് നന്ദിനിയെ തളച്ചിരുന്നത്. കഴിഞ്ഞ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാമത്തെ ദിനത്തിലാണ് നന്ദിനി തളർന്നു വീണത്. 3 വർഷത്തോളമായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. പലപ്പോഴും അസുഖം ഭേദമാകാറുണ്ടെങ്കിലും വീണ്ടും വരുന്ന അവസ്ഥയായിരുന്നു. ഇതേ തുടർന്ന് നന്ദിനിയുടെ തറിയിൽ പ്രത്യേകമായി റബ്ബർ മെത്ത ഒരുക്കിയിരുന്നു. 4 വർഷം മുമ്പാണ് ഈ റബ്ബർ മെത്ത ഒരുക്കിയത്. എന്നിട്ടും ആന പാദരോഗത്തിന് കീഴടങ്ങുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ തിടമ്പേറ്റുന്നതിന് പ്രത്യേകം നന്ദിനിയാണ് നിയോഗിക്കുന്നത്. വർഷങ്ങളായി നന്ദിനിയാണ് ഈ ചടങ്ങ് നിർവഹിച്ചു വന്നിരുന്നത്. 2 വർഷത്തോളമായി ആന പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇതേ തുടർന്ന് മറ്റു പിടിയാനകൾക്കാണ് ഈ നിയോഗമുള്ളത്. അതുപോലെ തന്നെ ഗുരുവായൂരിലെ പരിസര പ്രദേശങ്ങളിലെ അർദ്ധനാരി ക്ഷേത്രങ്ങളിലും നന്ദിനി തിടമ്പേറ്റാറുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പുകൾക്ക് പലപ്പോഴും നന്ദിനി പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആനയോട്ടത്തിലും നന്ദിനി താരമായിരുന്നു. 1964 നിലമ്പൂർ സ്വദേശി പള്ളിയാലിൽ P. നാരായണൻ നായരാണ് നന്ദിനിയെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത്. 3 വർഷത്തോളമായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ദിവസം തളർന്നു വീണ കഴിഞ്ഞ 10-ാം തീയതി തളർന്നു വീണതായിരുന്നു. ഇതേ തുടർന്ന് വളരെ ചികിത്സയിൽ നൽകി വരികയായിരുന്നു. ഈ ആന ഇത്രയും ദിവസം ജീവൻ നിലനിർത്തിയിരുന്നത് 1 മാസത്തിലധികമായി തളർന്നു വീണ് 1 മാസത്തിലധികമായിട്ടും ഈ ആന ജീവൻ നിലനിർത്തിയിരുന്നത് ഡോക്ടർ സംഘത്തിന് തന്നെ വലിയ അത്ഭുതമായിരുന്നു. കാരണം നമുക്കറിയാം, ഒരു ആനയ്ക്ക് ഏകദേശം ഒരു ദിവസം 150 ലിറ്ററോളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വെള്ളം ഒന്നും കുടിക്കാതെ വെറും മരുന്ന് കൊണ്ട് മാത്രമാണ് ആന ജീവൻ നിലനിർത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ എത്ര ദിവസം തുടർന്നു പോകാൻ കഴിയും എന്ന ആശങ്കയോടെയാണ് ഡോക്ടർമാർ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ വളരെ ദിവസം തന്നെ ആന ആ നിലയിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ തീർത്തും അവശനായി ആന ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ചെരിയുകയാണ് ഉണ്ടായത്. ഇന്ന് രാത്രിയോടെ ജഡം കോടനാട് വനത്തിലേക്ക് കൊണ്ടുപോകും. ഫോറസ്റ്റ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കോടനാട് വനത്തിൽ നാളെ രാവിലെ 7 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നന്ദിനിയുടെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം 37 ചുരുങ്ങി. ഗുരുവായൂർ ദേവസ്വത്തിലെ പിടിയാന നന്ദിനി ചെരിഞ്ഞു. പാദരോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തളർന്നു വീണ് 1 മാസത്തിലേറെയായി കിടപ്പിലായിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് സുബൈറാണ്. വരവൂർ തളിയിലെ അറവ് മാലിന്യ പ്ലാന്റിനെതിരെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി.
തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ച അറവ് മാലിന്യ സംഭരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പരിസരവാസികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി പ്രദേശത്ത് സംഘടിച്ചത്. പ്ലാന്റിലേക്ക് അറവ് മാലിന്യവുമായി വരുന്ന വാഹനം തടയാനായി നാട്ടുകാർ റോഡിൽ നിലയുറപ്പിച്ചു. ഇതിനിടയിൽ എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. വീട്ടമ്മമാർ പോലീസുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സംഘർഷമുണ്ടായത്. പരാതി ഉന്നയിക്കാനെത്തിയ നാട്ടുകാരെ പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ച് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ലാത്തി കൊണ്ടുള്ള അടിയും കുത്തുമേറ്റ് സ്ത്രീകളും സമരസമിതി നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രകോപിതരായ നാട്ടുകാർ പോലീസ് വാഹനം തടയുകയും പോലീസുമായി രൂക്ഷമായ വാക്കേറ്റവും ഉന്തും തള്ളും നടന്നു. പിന്നീട് സമരസമിതി നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പോലീസ് അകാരണമായി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ഏകപക്ഷീയമായ പോലീസ് നടപടിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇൻസ്പെക്ടർ അശ്വിനെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്നും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കുളപ്പുരയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാള വലിയപറമ്പ് സ്വദേശി ആനക്കാരൻ വീട്ടിൽ കുഞ്ഞയ്യപ്പന്റെ മകൻ 48 വയസ്സുള്ള ശൈലേഷാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് കുളപ്പുരയിൽ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസിന് സമീപത്തെ തണ്ണീർത്തടം മാലിന്യം കൊണ്ടുവന്ന് നികത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, കോൺഗ്രസ് നേതാവ് സജീവൻ കുരിയച്ചറ, ശശി പോട്ടയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. തൃശൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച മാലിന്യം കൊണ്ടുവന്നാണ് തണ്ണീർത്തടവും സോണൽ ഓഫീസിന് സമീപത്തെ കോമ്പൗണ്ടും നികത്തുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നടപ്പുരയിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ ജസ്ന സലീമിനെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. കിഴക്കേ നടയിൽ ബാങ്കിന്റെ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് ടെമ്പിൾ പോലീസ് കേസെടുത്തത്. നേരത്തെ ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു. ഈ സംഭവം ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്ന് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മലയാള അധ്യാപക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ മലയാള ഭാഷാ പ്രതിഭാ പുരസ്കാര സമർപ്പണ ചടങ്ങ് നടന്നു. റവന്യൂ മന്ത്രി K. രാജൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മലയാള ഭാഷ സൃഷ്ടിച്ച സമാനതകളില്ലാത്ത വിധത്തിലുള്ള കരുത്താണ് കേരള സംസ്കാരത്തെ സമ്പന്നമാക്കിയതെന്നും മലയാളം ധാരാളമായി വായിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. മലയാള അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് CB ജിഷ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK ഫിലിപ്പ്, സംസ്ഥാന സമിതി അംഗങ്ങളായ സുമാ C. ആന്റോ, A. അക്ഷര മോഹൻ, AKSTU ജില്ലാ സെക്രട്ടറി CV സ്വപ്ന, KPSTA ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് പാറപ്പുറത്ത്, NTU ജില്ലാ സെക്രട്ടറി VU ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലെ നിക്ഷേപ തട്ടിപ്പിൽ ഭരണസമിതിക്കെതിരെ ജീവനക്കാർ രംഗത്ത്. തട്ടിപ്പ് കേസിൽ ഭരണസമിതിക്ക് പകരം സൊസൈറ്റിയിലെ നിക്ഷേപകരെ ചേർത്തിയ തങ്ങളുടെ പേരിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇത് ഒഴിവാക്കണമെന്ന് ജീവനക്കാർ തൃശൂരിൽ ആവശ്യപ്പെട്ടു. മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്താണ് തങ്ങളെ ജോലിക്കെടുത്തത്. എന്നാൽ കഴിഞ്ഞ 5 മാസത്തോളമായി ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. ഇതിനിടെ നിക്ഷേപകർ പരാതികളുമായി വന്നപ്പോൾ അതിന് ഉത്തരം തങ്ങൾ പറഞ്ഞോളുമെന്നും ബുദ്ധിമുട്ടുള്ളവർക്ക് പിരിഞ്ഞു പോകാമെന്നുമാണ് ഭരണസമിതി അറിയിച്ചത്. നിലവിൽ കാർഷിക മേഖലയെ മുൻനിർത്തിയാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. ഇതിനു പുറമെ കൊച്ചിയിൽ കെട്ടിട സമുച്ചയമുണ്ടെന്ന് കാണിച്ച് ഭരണസമിതി കബളിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ നിക്ഷേപകർ കോർ കമ്മിറ്റി ചേർന്ന് ജീവനക്കാരെ കേസുകളിൽ കുടുക്കുകയും ഭരണസമിതി സ്വതന്ത്രമായി നടക്കുകയുമാണ് ചെയ്യുന്നത്. നിലവിൽ ഇത്തരത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരിയെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ നിക്ഷേപകർ തങ്ങളുടെ പേരിലല്ല 11 അംഗ ഭരണസമിതിയുടെ പേരിലാണ് പരാതികൾ നൽകേണ്ടതെന്നാണ് ഇവരുടെ വാദം.
വാർത്താ സമ്മേളനത്തിൽ മുൻ ജീവനക്കാരായ ഫെബി ജോഫി, വി സ്വപ്ന, ജീവനക്കാരായ അബി ഫ്രാൻസിസ്, PJ ജോഫി എന്നിവർ പങ്കെടുത്തു. ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും തലവന്മാരുടെ ചിത്രങ്ങളുമായി എയർപോർട്ട് മാർച്ച് നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നവരെ സംരക്ഷിക്കുകയാണ് സർക്കാരെന്നും പ്രതിപക്ഷം അതിന് കൂട്ടുനിൽക്കുകയാണെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും സ്ഥാപകന്മാരുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ കേസെടുക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. മുസ്ലിം സംഘടനകൾ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ബോധപൂർവം കേരളത്തിൽ കലാപം ഉണ്ടാക്കാനാണ് ഹമാസ് തലവന്റെയും അതുപോലെ ബ്രദർഹുഡ് തലവന്റെയും എല്ലാം ചിത്രം വെച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി അവർ എയർപോർട്ടിലേക്ക് പോയത്. അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് CPM-ഉം സർക്കാരും എടുക്കുന്നത്. പ്രതിപക്ഷവും അതിനെ കൂട്ടുനിൽക്കുക. മൂന്നാം തവണയൊന്നും കിട്ടാൻ പോകില്ലെന്ന്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്തടിസ്ഥാനത്തിലാണ് മൂന്നാം തവണ കിട്ടാൻ പോകുന്നത്? അതൊക്കെ ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇപ്പോഴേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കാര്യവും. നിരോധിത തീവ്രവാദ സംഘടനകളുടെ തലവന്മാരുടെ ചിത്രങ്ങളുമായുള്ള എയർപോർട്ട് മാർച്ചിനെ സമസ്ത പോലുള്ള ചില മുസ്ലിം സംഘടനകൾ പോലും എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ കേരള സർക്കാരും പ്രതിപക്ഷവും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പാലക്കാട് BJP പരിപാടിയിൽ പ്രകോപനമുണ്ടാക്കിയ ആളുകൾ തിരിച്ചങ്ങോട്ട് പ്രകോപനം പാടില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാ ജനാധിപത്യ മര്യാദയും ലംഘിച്ചാണ് ഭരണകക്ഷിയുടെയും കോൺഗ്രസിന്റെയും യുവജന സംഘടനകൾ പാലക്കാട് BJP പരിപാടിയിൽ അക്രമ പേക്കൂത്തുകൾ കാണിച്ചത്. സ്വാഭാവികമായും അതിന് പ്രതികരണമുണ്ടാകും. മുൻപ് BJP ആസ്ഥാനത്തേക്കും KPCC ആസ്ഥാനത്തേക്കും പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ BJP സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. BJPക്ക് എല്ലാ കാലത്തും ഒരേ നിലപാടാണ്. അതേസമയം CPM ഓരോ കാലത്തും ഓരോ നിലപാടുകളാണ് എടുക്കാറ്. RSSന്റെ നാവാണെന്നാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത്. BJP ഒരു കാലത്തും സമുദായ നേതാക്കളെ ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരോടും ബഹുമാനത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ പിണറായിക്ക് മൂന്നാം ഊഴം ഒരിക്കലും ഉണ്ടാകില്ലെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. BJP സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ BR അംബേദ്കർ സമ്മാൻ അഭിയാൻ BJP ജില്ലാ ആസ്ഥാനമായ നമോ ഭവനിൽ സംഘടിപ്പിച്ചു. രാജ്യത്ത് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോയ ഒരു മഹാരഥനാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ച് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഭാരതരത്നം നേടിയപ്പോൾ ബാബാ സാഹിബ് അംബേദ്കർക്ക് ഒരു കാലത്തും ഭാരതരത്നം നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. വർഗീയ പ്രീണനത്തോടും കോൺഗ്രസിന്റെ ദേശവിരുദ്ധ മനോഭാവത്തോടും ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിരുന്ന അംബേദ്കറിന്റെ പേര് ദളിത് സമൂഹത്തിന്റെ വോട്ട് ബാങ്കിന് മാത്രം ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. കർണാടക മുൻ വിദ്യാഭ്യാസ മന്ത്രി ക്ലാസ് നയിച്ചു. BJP സംസ്ഥാന സെക്രട്ടറിമാരായ പന്തളം പ്രതാപൻ, A. നാഗേഷ്, സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിഷുവിശേഷങ്ങളുമായി ഇനി കണി കാണും നേരം. വിഷുക്കണിയും വിഷുസദ്യയും ഒരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാകാത്ത വെള്ളരി കൃഷിയിൽ തുടർച്ചയായ മൂന്നാം വർഷവും മിന്നുന്ന വിജയം കൊയ്യുകയാണ് മറ്റത്തൂരിലെ മാതൃകാ കർഷകനായ രാജൻ പനങ്കൂട്ടത്തിൽ. മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണിയിലേക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കർഷകരിലൊരാളാണ് രാജൻ. ചെട്ടിച്ചാൽ പാടശേഖരത്തുള്ള 2.5 ഏക്കർ നിലത്തിലാണ് വേനൽക്കാല വിളയായി ഇക്കുറിയും വെള്ളരി കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയത്. കൃഷി തുടങ്ങിയ സമയം ഫെബ്രുവരി 10-ാം തീയതി വിത്തിട്ടു. ഏപ്രിൽ 10-ന് മുന്നേ കണിക്ക് പാകമായ വെള്ളരി നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ജൈവവളം കോഴിവളമാണ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം രാസവളം കുറച്ച് ദിവസം ഉപയോഗിക്കും. പ്രാവശ്യത്തെ അപേക്ഷിച്ച് വില ഒരു 2 രൂപ ചെലവിൽ കൂടുതലുണ്ട്. പക്ഷെ മഴ നമുക്ക് ചെറിയൊരു പ്രശ്നമായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. മികച്ച കർഷകനായിരുന്ന അച്ഛൻ വിജയന്റെ കഠിനാധ്വാനം കണ്ടുവളർന്ന രാജൻ ഒരു വെല്ലുവിളി എന്നോണമാണ് വെള്ളരി കൃഷിയിലേക്ക് തിരിഞ്ഞത്. കഠിനാധ്വാനവും അനുകൂല കാലാവസ്ഥയും ഉണ്ടെങ്കിൽ ഈ കൃഷിയിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാനാകുമെന്ന് രാജൻ തെളിയിച്ചു. ഭാര്യ ഷീജയും കൃഷിപ്പണികളിൽ എപ്പോഴും രാജനൊപ്പമുണ്ട്. അവധി ദിവസങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികളായ മക്കൾ അക്ഷയും അഭിജിത്തും രാജനെ സഹായിക്കാനായി കൃഷിത്തോട്ടത്തിൽ എത്താറുണ്ട്.
ആണ്ടിൽ 2 തവണ നെൽകൃഷി ചെയ്യുന്ന ചെട്ടിച്ചാൽ പാടത്ത് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞയുടനെയാണ് വെള്ളരി കൃഷിക്ക് നിലമൊരുക്കി വിത്തിട്ടത്. മികച്ച വിളവ് തരുന്ന മഞ്ചേരി ഇനത്തിലുള്ള വെള്ളരി വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. ഓരോ വർഷവും വിളവെടുക്കുമ്പോൾ മികച്ച വെള്ളരി മാറ്റിവെച്ച് അവയിൽ നിന്നെടുക്കുന്ന വിത്തുകളാണ് തുടർന്നുള്ള വർഷം കൃഷിയിറക്കാൻ ഉപയോഗിക്കുന്നത്. ഈ പ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത് 2 ഏക്കറിലാണ്. മഞ്ചേരി എന്ന വിത്താണ്. മഞ്ചേരി എന്ന വിത്ത് കുറെ നാളെ നമ്മളോട് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നമ്മുടെ സ്വന്തം വിത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്. നല്ല കുഴപ്പമില്ലാത്ത വിളവുണ്ട്. 2 ഏക്കറിൽ നിന്ന് കഷ്ടി ഒരു 12 ടൺ വെള്ളരിയോളം നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ വിലയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഹോർട്ടികോർപ്പും കൃഷി ഡിപ്പാർട്ട്മെന്റും 2 VAPCK മാർക്കറ്റും ആണ് സംഭരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റത്തൂർ കൃഷിഭവനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം രാജിന്റെ വെള്ളരിപ്പാടം കാണാനെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം വിഷുക്കാലത്ത് കിലോയ്ക്ക് 18 രൂപയായിരുന്ന വെള്ളരിക്ക് ഈ വർഷം 20 രൂപ നിരക്കിലാണ് വിൽപ്പനയെന്ന് രാജൻ പറയുന്നു. TCV കൊടകര. വിഷു അടുത്തതോടെ പുതുമകളുമായി പടക്ക വിപണിയും സജീവമായി. ശബ്ദത്തിലും വർണ്ണത്തിലും വ്യത്യസ്തമാർന്ന പുതുപുത്തൻ ഇനങ്ങൾ ഇത്തവണയും വിപണിയുടെ ആകർഷണമാണ്. കാലത്തിനനുസരിച്ച് കോലം മാറുകയാണ് പടക്ക വിപണിയും. പരമ്പരാഗത ഇനങ്ങളെക്കാൾ ശബ്ദവർണ്ണ വിസ്മയം തീർക്കുന്ന ചൈനീസ് പടക്കങ്ങളാണ് ഇത്തവണയും താരങ്ങൾ. ഫാൻസി ഐറ്റംസുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കമ്പിത്തിരി, ലാത്തിരി, പൂത്തിരി, മേശപ്പൂവ്, തലച്ചക്രം തുടങ്ങിയവയെല്ലാം രൂപത്തിലും പ്രകടനത്തിലുമെല്ലാം ഏറെ മാറ്റങ്ങളോടെയാണ് വിപണിയിലെത്തിയിരിക്കുന്നത്. പലതരത്തിൽ കത്തി മയിൽപ്പീലി കാഴ്ചയൊരുക്കുന്ന പീകോക്ക്, വമ്പൻ കമ്പിത്തിരി, ചിത്രശലഭം കണക്കെ പറന്നുയർന്ന് വർണ്ണം വിടർത്തുന്ന ബട്ടർഫ്ലൈ, മേശപ്പൂ ഇനമായ വണ്ടർലാ പോട്ട്, പിരിപിരി ശബ്ദത്തിൽ കത്തുന്ന ചങ്കു മങ്കു, കറങ്ങിയുയർന്നു പൊട്ടുന്ന ഡ്രോൺ, അങ്ങനെ നീളുന്നു ട്രെൻഡി ഐറ്റംസുകൾ. ഇത്തവണ പടക്കത്തിന് വില വർദ്ധിച്ചിട്ടില്ലെന്ന് ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെറിയാച്ചൻ നെല്ലിശ്ശേരി പറഞ്ഞു. പന്തുകളിയിലൊക്കെ പറയുന്ന ഒരു ആവേശകരമായ അവസാന നിമിഷത്തിൻ്റെ ലാപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. കച്ചവടം കുഴപ്പമില്ലാണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശിവകാശിയിൽ നിന്നാണ് ഈ പടക്കം മുഴുവൻ ഒക്കെ വരുന്നത്. 90% ശിവകാശിയിൽ നിന്ന്. പിന്നെ വരുന്നത് ഹരിയാന സ്ഥലത്ത് നിന്നൊക്കെ വരുന്നുണ്ട്. വെറൈറ്റി അവരുടെ പൂവുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വില കുറവെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാധനത്തിനും വില കൂടിയിട്ടില്ല. കഴിഞ്ഞ കാലത്ത് അതേ വില തന്നെ. പിന്നെ പല വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഹെലികോപ്റ്റർ, ഡ്രോൺ, അതുപോലെ മൾട്ടി കളർ പൂവ്, ഹാലോവീൻ, അങ്ങനെ ഏറ്റവും വലിയ കമ്പത്തിരി, ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ കമ്പത്തിരികൾ, പല കളർ കമ്പത്തിരികൾ, പുകയില്ലാത്ത കമ്പത്തിരി, അതൊക്കെ ഈ കൊല്ലത്തെ പ്രത്യേകതകളാണ്. ശബ്ദം കുറഞ്ഞാലും വിഷു കളറാവണം എന്ന പുതിയ ട്രെൻഡിനനുസരിച്ച് ചെകിടരിപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് വിപണിയിൽ അധികം ഡിമാൻഡില്ല. പകരം വർണ്ണവൈവിധ്യങ്ങൾക്കാണ് ഇത്തവണ ആവശ്യക്കാരേറെയുള്ളത്. പുത്തൻ പരീക്ഷണങ്ങളുമായി നിറങ്ങൾ വാരിവിതറുന്ന മിന്നും താരമായ ചൈനീസ് ഐറ്റങ്ങൾ വിപണി കയ്യടക്കി കഴിഞ്ഞു. വില കൂടിയാലും ശരി, വൈവിധ്യങ്ങളുടെ പിന്നാലെയാണ് പടക്കപ്രേമികളും. മൾട്ടി കളർ കമ്പിത്തിരി, മേശപ്പൂവ്, ചക്രം, കളർ ലാത്തിരി, പടക്കം, മൾട്ടി കളർ പൂവ്, വെള്ളമാല, സൂപ്പർ കിറ്റ്കാറ്റ്, കളർ മത്താപ്പ്, പൂത്തിരി അടക്കമുള്ള 1100 രൂപയുടെ വിഷു സ്പെഷ്യൽ കിറ്റും വിപണിയിൽ ലഭ്യമാണ്. പടക്കം പൊട്ടിക്കാതെ എന്തു വിഷു? ഇത് ഏറ്റവും വലിയ കമ്പിത്തിരിയാണ്. ഇനി വിഷു അടുക്കുംതോറും വിപണിയിൽ തിരക്കേറുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് ഉള്ളാനിക്കര, TCV ന്യൂസ്. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ചാമ്പ്യൻ ഫയർവർക്സിന്റെ വിഷുവിനോടനുബന്ധിച്ച് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ ആരംഭിക്കുന്ന വിപണിയിൽ ജില്ലക്കകത്തു നിന്നും പുറത്തുനിന്നും നിരവധി പേരാണ് പടക്കം വാങ്ങാൻ ഇവിടെ എത്തുന്നത്. അറുപത് വർഷമായി കരമടച്ച് കൈവശം വെച്ച് കഴിയുന്ന വീട്ടിൽ നിന്ന് വ്യക്തിവിരോധത്തിന്റെ പേരിൽ കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി ക്യാൻസർ രോഗിയായ വയോധികയുടെ പരാതി. ചേലക്കര പൂതങ്കോട്ട് കുളത്തിന് സമീപം താമസിക്കുന്ന 75-കാരി കുളത്തിങ്കൽ വീട്ടിൽ ബീവാത്തുമ്മയെയും മക്കളെയുമാണ് സമീപവാസിക്ക് വേണ്ടി റോഡ് വികസനത്തിന്റെ പേരിൽ പഞ്ചായത്ത് കുടിയിറക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം. പുറമ്പോക്ക് ഭൂമിയായതിനാൽ പട്ടയവുമില്ല. ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ ഒത്താശയോടെയാണ് തങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നതെന്നും ഇവർ പറയുന്നു. നിലവിൽ കോടതി ഉത്തരവും തങ്ങൾക്കെതിരെ ആയെങ്കിലും വീട് വിട്ടിറങ്ങാൻ തങ്ങൾ തയ്യാറല്ലെന്നും ബലം പ്രയോഗിച്ച് പുറത്താക്കിയാൽ പഞ്ചായത്ത് പടിക്കൽ മരണം വരെ പ്രതിഷേധിക്കുമെന്നും കുടുംബം തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബീവാത്തുമ്മ, മക്കളായ സൈനുദ്ദീൻ, ജമീല, വഹീദ എന്നിവർ പങ്കെടുത്തു.
കല്ലേറ്റുംകരയിലെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനം ആവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിന്റെ സ്ഥിരം സമരവേദിയുടെ കാൽനാട്ടു കർമ്മം നടന്നു. മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷനായിരുന്നു. വർഗീസ് തൊടുപറമ്പിൽ, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിനി മോഹൻദാസ്, സമരസമിതി പ്രസിഡന്റ് വർഗീസ് പന്തലൂക്കാരൻ, വർക്കിംഗ് പ്രസിഡന്റ് KF ജോസ്, വൈസ് പ്രസിഡന്റ് സോമൻ ശാരദാലയം തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസനം ആവശ്യപ്പെട്ട് മറ്റൊരു സമരം ആരംഭിക്കുന്നതിനാൽ ഇപ്പോൾ നടത്തുന്ന വികസന സമരത്തിൽ നിന്നും പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ വർഗീസ് തൊടുപറമ്പിൽ പറഞ്ഞു. 10 ദിവസത്തെ ജനാഭിപ്രായ വിവരശേഖരണത്തിന് ശേഷം ഇക്കാര്യത്തിൽ തന്റെ തീരുമാനം അറിയിക്കുമെന്നും വർഗീസ് തൊടുപറമ്പിൽ പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ കല്ലേറ്റുംകരയിൽ ഏകദിന ഉപവാസം അനുഷ്ഠിക്കുമെന്നും വർഗീസ് പറഞ്ഞു. മഞ്ചേശ്വരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ഭാരതീയ കിസാൻ സംഘ് നടത്തുന്ന കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് ജില്ലയിൽ 13, 14, 15 തീയതികളിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാവിലെ 9-ന് ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ നവോത്ഥാന യാത്രയ്ക്ക് സ്വീകരണം നൽകും. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലത്താണ് നവോത്ഥാന യാത്ര നയിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ BKS ജില്ലാ സെക്രട്ടറി MG കൃഷ്ണൻകുട്ടി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് PS ഉണ്ണികൃഷ്ണൻ, BKS സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കല്യാണ കൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് സ്വാമിനാഥൻ, ഗോപിനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു. എടത്തുരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 22ാമത് അഖിലേന്ത്യാ വോളിബോൾ മത്സരം ഇന്ന് സമാപിക്കും. ഇന്നലെ രാത്രി നടന്ന 2ാം സെമി ഫൈനൽ മത്സരത്തിൽ ഇൻകം ടാക്സ് ചെന്നൈ ജേതാക്കളായി. എതിരില്ലാതെ 3 സെറ്റുകൾക്കാണ് ഇന്ത്യൻ എയർഫോഴ്സിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇൻകം ടാക്സ് ചെന്നൈ ഇന്ത്യൻ ആർമിയുമായി ഏറ്റുമുട്ടും. ET ടൈസൺ MLA സമ്മാനദാനം നിർവഹിക്കും. വടക്കാഞ്ചേരിയിൽ നടന്ന KSSPU തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ VF ബാബു രചിച്ച കട്ടൻ കാപ്പിയിൽ എന്ന നോവൽ പ്രകാശനം ചെയ്തു. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ K ചന്ദ്രമോഹന് നൽകി പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ VF ബാബു, ഡോക്ടർ NR ഗ്രാമപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടക്കുന്ന സഹകരണ എക്സ്പോയോടനുബന്ധിച്ച് തലപ്പള്ളി കുന്നംകുളം താലൂക്ക് സഹകരണ യൂണിയനുകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ KA രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ജോജി പതാക ഉയർത്തി. അഡ്മിനിസ്ട്രേറ്റീവ് കോർപ്പറേറ്റീവ് അംഗം മുഹമ്മദ് ഷറഫുദ്ദീൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ KK ഷാബു, സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. വ്യായാമം തങ്ങളുടെ ലഹരി എന്ന മുദ്രാവാക്യവുമായി അയ്യന്തോൾ സിവിൽ ലൈൻ പാർക്ക് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാരക ലഹരിക്കെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു. അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിന് മുൻപിൽ തൃശൂർ വെസ്റ്റ് SHO അബ്ദുൾ റഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP അജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാക്കേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളായ ഷൺമുഖൻ കല്ലിങ്ങൽ, ബാലചന്ദ്ര സുഭാഷ്, പ്രകാശ് ബാബു, ബാബു പാറയിൽ, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 1975 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ബാച്ച് പ്രസിഡന്റ് PP സ്റ്റീഫൻ അധ്യക്ഷനായിരുന്നു. AT ചാക്കോ, MC ലാസർ, VC ജാദവേദൻ, MV കൊച്ചുമേരി, NK വിമല, സോമശേഖരൻ വെണ്ണങ്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഉപയോഗമാണ് നമുക്ക്. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പ്രസാദഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. തോളൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം പറച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പൈപ്പ് ലൈൻ നീട്ടൽ പദ്ധതി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം KG പോൾസൺ, ജനപ്രതിനിധികളായ സരസമ്മ സുബ്രഹ്മണ്യൻ,
VK രഘുനാഥൻ, ഷീന തോമസ്, നോർത്ത് പടവ് പാടശേഖര സമിതി കൺവീനർ സുനിൽ പോവിൽ, ഔസേപ്പച്ചൻ കുണ്ടുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തൻ ലോഡ്ജിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി തെക്കേപ്പുരയ്ക്കൽ 56 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. പടിഞ്ഞാറേ നടയിലെ സ്വകാര്യ ലോഡ്ജിൽ തനിച്ചാണ് ഇയാൾ മുറിയെടുത്തിരുന്നത്. മുറിയിൽ കുഴഞ്ഞു വീണ ഇയാളെ ലോഡ്ജ് ജീവനക്കാർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ MES അസ്മാബി കോളേജ് ബോട്ടണി വിഭാഗം ഗവേഷക ദേവിക M. അനിൽകുമാർ തുടർച്ചയായി 2ാം വട്ടവും അന്തർദേശീയ റഫേർഡ് നേച്ചർ കൺസർവേഷൻ ഗ്രാന്റിന് അർഹയായി. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിനും IUCN മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുള്ള അപഗ്രഥനവുമാണ് ഗവേഷണ വിഷയം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,770 രൂപ, പവന് 70,160 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,238 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. സംഭവം നടന്ന് 58ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശബ്ദമലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുമെന്ന് സർക്കാർ. ഹൈക്കോടതിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും സർക്കാർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേശീയപാത വാണിയമ്പാറയിൽ പിക്കപ്പ് വാനിടിച്ച് കാൽനട യാത്രക്കാരായ 2 പേർ മരിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ പെട്ടി ഓട്ടോറിക്ഷയിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഓശാന ഞായർ ആചരിക്കും. ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. റെക്കോർഡ് ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുന്നു. പവന് 70,000 കടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.